ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. കുറേ ഇവിടെ വന്നതിന് ശേഷം പഴംപൊരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ദിവസമായി നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊരാഗ്രഹം പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് സ്വൈരമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അകത്ത് നമ്മൾ പുറത്ത് വിറകൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വിറകൊക്കെ എടുത്തിട്ട് അകത്ത് കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൂടി. എന്താ വെച്ച് കഴിഞ്ഞാൽ അകത്ത് വിറക് കൊടുന്നിട്ട് കഴിഞ്ഞാൽ ചായ കുടിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ അവർ രണ്ടാൾ അച്ചൂട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, അച്ചൂട്ടന് വയ്യല്ലോ. അപ്പോൾ അച്ചൂട്ടന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇഷമോളും കുഞ്ഞും കൂടിയിട്ട് വിറകൊക്കെ കംപ്ലീറ്റ് അകത്ത് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇഷമോൾ കയ്യിൽ അടക്കി ഒതുക്കി കൊടുക്കും, കുഞ്ഞും അത് നമ്മുടെ അടുക്കളയിൽ കൊടുന്നിട്ട് അടക്കി ഒതുക്കി വെക്കും കേട്ടോ. പിന്നെ ഒക്കെ ഉണക്കായിട്ടുണ്ട്, ഇനി ഇതൊന്നും എടുത്തിട്ട് കത്തിക്കുക വേണ്ടോ നമുക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാത്തത് ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയുക, ആൾ ഗൾഫിലാണ്, ഡ്രൈവറാണ്, ഖത്തറിലാണ് കേട്ടോ. ആൾക്ക് അവിടെ ഹൗസ് ഡ്രൈവറാണ്. അപ്പോൾ എന്താ വരാത്തത്, കുറേ നാളായില്ലേ പോയിട്ട്, വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റാണ് വരുന്നത്. വരുന്നുണ്ട്, ഇൻഷാ അള്ളാ ചിലപ്പോൾ അടുത്ത മാസം വരും, ഒന്നല്ലെങ്കിൽ ജൂണിൽ വരും. അടുത്ത മാസം ഇപ്പോൾ മെയ് മാസമാണല്ലോ, ഇത് ചിലപ്പോൾ ജൂണിൽ വരും. ആ ജൂൺ ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോയിട്ട് 2 വർഷം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത്. 2 വർഷത്തെ വിസയ്ക്കല്ലേ പോയേക്കുന്നത്. അപ്പോൾ ജൂണിലേക്കാണ് 2 വർഷം തികയുള്ളൂ. അപ്പോൾ ജൂണിൽ ചിലപ്പോൾ ലാസ്റ്റോട് കൂടിയിട്ട് ഇൻഷാ അള്ളാ വരും. അതാണ് കേട്ടോ ഞാൻ പറയാത്തത്, അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല. എന്താ ആളെ കുറിച്ചിട്ടൊന്നും പറയാത്തത്, ആളുടെ പണീനെ കുറിച്ചിട്ട് പറയണില്ല, ആളൊരു വിവരവും ഇല്ലല്ലോ, ഒന്നും പറയണില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് വരുന്നത്. പിന്നെ അവിടെ പ്രവാസികളുടെ വിശേഷം എന്താ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഷോപ്പൊന്നുമല്ലല്ലോ, വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറേ നേരം ഇരിക്കാനൊന്നും പറ്റില്ല. ആ കൂടിയിട്ട് ഒരു വട്ടമൊക്കെ വിളിക്കുകയുള്ളൂ. വൈകുന്നേരത്തെ ഒരു പ്രാവശ്യം വിളിക്കും. അപ്പോൾ കുട്ടികളോടൊക്കെ വർത്തമാനം പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ അറിയാനാണ് വിളിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. അത് നമുക്കിപ്പോൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ. അതാണ് ഞാനൊന്നും ആളെ കുറിച്ചിട്ട് പറയാതിരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഷാ അള്ളാ എന്തായാലും വരുമ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കാം. ആൾക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ കാണിക്കും. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് കേട്ടോ. വേറൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ തീ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിറകൊക്കെ എന്തായാലും കിട്ടിയല്ലോ, അപ്പോൾ എന്തായാലും അടുപ്പത്ത് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എങ്ങനെ തീ പിടിപ്പിക്കാം, ഓലൊന്നും വെട്ടി ഇനി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല, വെട്ടി കൊണ്ടുവന്ന് വെക്കണം. പിന്നെ ഞാൻ കുറച്ച് വെണ്ണീറുണ്ടല്ലോ, നമ്മുടെ വെണ്ണീർ ഒരു ലേശം ചിരട്ടയിലെടുക്കാം, കുറച്ച് ഇട്ടാം. വെണ്ണീർ കുറച്ച് ചിരട്ടയിലെടുത്തിട്ട് അതിലേക്ക് ഒരു ലേശം മണ്ണെണ്ണ, അതായത് ആ കുപ്പിയുടെ മൂടിയിൽ തന്നെ ഒരു മൂടി മണ്ണെണ്ണ ഒഴിച്ചാൽ മതി. മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ വെണ്ണീറിലേക്ക് നമ്മൾ തീപ്പെട്ടികളിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ലൈറ്റർ കത്തിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വിറക് എടുത്ത് വെച്ചാൽ മതി, വേഗം തീ പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ കടലാസ് വെച്ചിട്ടൊക്കെ തീ പിടിപ്പിക്കാം. അതിപ്പോൾ ഈ വിറക് ഒന്ന് കനം കുറഞ്ഞ വിറകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അങ്ങനെ പിടിച്ച് കിട്ടും. ഇത്തിരി കനമുള്ള വിറകല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് കേട്ടോ. ഇനി ഓലയൊക്കെ വെട്ടി അകത്ത് കൊണ്ടുവന്ന് വെക്കണം. മഴയൊക്കെ തുടങ്ങുമ്പോഴേക്കും അതൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് വിറകും കൂടി മേടിക്കണം, നമുക്ക് വർഷക്കാലത്ത് കത്തിക്കണ്ടേ. കുറച്ച് വിറകൊക്കെ മേടിച്ചിട്ട് അകത്ത് കൊണ്ടുവന്ന് മഴ ഒന്നും കൊള്ളാതെ എടുത്ത് വെക്കാണ്ട് പണികളുണ്ട്, കുറേ പണികളുണ്ട്, ഒക്കെ ചെയ്യണം. ഭയങ്കര ചൂടല്ലേ, എല്ലാവർക്കും ഭയങ്കര ചൂടല്ലേ. എന്തൊരു വെയിലാണ്, എങ്ങനെ ഈ ചൂടത്ത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, അത്രയും ചൂടാണ്. രണ്ട് മഴ കിട്ടിയെങ്കിൽ നമുക്കൊക്കെ ഒന്ന് സമാധാനമായിരുന്നു, അത്രയും ചൂടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ധാരാളം വെള്ളം കുടിച്ചിട്ടിരുന്നോളെ, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കൊടും വേനലാണ്, അതായത് കുട്ടികൾക്കായാലും ഇവിടെ എല്ലാവർക്കും അടിവയറ് വേദനയും, കുട്ടികളൊക്കെ പറയുന്നുണ്ട് അടിവയറ് വേദന, സൈഡ് വേദന എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിതാ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഒക്കെ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് ചോറ് വയ്ക്കുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ. ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വേവിക്കുന്നേക്കാളും എത്ര നല്ലതാണ് അടുപ്പത്ത് ചോറ്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചോറും ചെമ്പൊക്കെ ഇരുന്നിട്ട് അതിൽ തിളയ്ക്കണൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റീലിൻ്റെ ചെമ്പ് തന്നെയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നമുക്ക് അലുമിനിയം ചെമ്പ് ഇനി ഒരെണ്ണം വാങ്ങിക്കണം. അത് പിന്നെ പുകടുപ്പായ കാരണം അടിയിൽ മാത്രം കുറച്ച് കരിയാവുണ്ട്, അത് വേഗം തേച്ച് കഴുകിയേ പോകണുള്ളൂ കേട്ടോ. സ്റ്റീലിൻ്റെ ചെമ്പിൽ വേഗം കരിയായേ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ അവിടെ വെച്ചു. പിന്നെ അത് 4 മണിക്കത്തെ വിശേഷമാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല, 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ ഞാനിതാ തുണികളൊക്കെ തോരട്ടതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ആച്ചൂട്ടന് ഇപ്പോൾ കുറവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഉണക്കായിട്ടുണ്ട്.
ഇന്നാണ് ശരിക്കും സ്റ്റിച്ച് വെട്ടേണ്ടത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഇന്നേക്ക് ഒരാഴ്ച ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പോണില്ല, നാളെ ഹോസ്പിറ്റലിൽ പോകണം. സ്റ്റിച്ച് ഇവിടെ പോയാൽ മതി. നമ്മുടെ ഇവിടുത്തെ അടുത്ത ജില്ലാ ഹോസ്പിറ്റലുണ്ട് ഇവിടെ, അവിടെ പോയാൽ മതി. ഇനി അത്താണി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. പാച്ചോട്ടിന് നല്ല പേടിയുണ്ട് കേട്ടോ. സ്റ്റിച്ച് വെട്ടുമ്പോൾ വേദനിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല പേടിയായിട്ടാണ് മൂപ്പര് ഇരിക്കുന്നത്. വേദന ഒന്നും ഉണ്ടാവില്ല, നന്നായി പടച്ചോനെ വിളിച്ചിട്ട് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സമാധാനിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ല ചൂടല്ലേ, കുട്ടികൾക്കൊക്കെ സൈഡ് വേദന എന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത നമുക്ക് ബാർലി അരിയാണത്. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അറിയാത്തവരുണ്ടാവും എന്നെപ്പോലെ. എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ബാർലി അരി എന്നൊക്കെ, പക്ഷേ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ താത്ത ഒരു പാക്കറ്റ് തന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. വെള്ളം വെച്ചിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടും. ഇതിനധികം വില ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ 30 രൂപയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കിട്ടാണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചോളൂ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം ചവർപ്പോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കരിങ്ങാരിയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കില്ല, അതേപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പിടി എടുത്തിട്ട് ഒന്ന് കഴുകി, അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പിടി എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് കുടിച്ചോളും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിത് ഗോതമ്പിൻ്റെ ഒരു മോഡലാട്ടോ. കാണുമ്പോൾ ഇത് ഗോതമ്പിൻ്റെ ഒരു ഷേപ്പാണ്, പക്ഷേ വെള്ള കളറാണെന്നുള്ളൂ. ഇത് തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് ചുമന്നിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് കഴുകിയിട്ട് അടുപ്പത്ത് ഇടാം കേട്ടോ. അത് ആ വെള്ളമൊക്കെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. അത് കാരണം ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിലേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അരച്ചെമ്പ് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നാളെ തൊട്ട് നിറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. കുഞ്ഞു അവിടെ കിടന്നിട്ട് നമ്മുടെ വീഡിയോ പിടിക്കുന്നുണ്ട്. അവൻ മദ്രസയിൽ പോയിട്ടില്ല. അവനെന്താ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു സുഖമില്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മദ്രസയിൽ പോയിട്ടില്ല. അല്ലെങ്കിൽ മടിയൊന്നും ഇല്ലാത്ത ആളാണ് മദ്രസയിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനെന്നാൽ വയ്യാത്തതുകൊണ്ട് തന്നെയാവും എന്ന് വിചാരിച്ചു. എന്താ പറയുക, ഇതന്നെയാണ് കേട്. എല്ലാവർക്കും ഈ സൈഡ് വേദന തന്നെയാണ്. സൈഡ് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ മാറുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം കുടിച്ച് ഞാൻ ഇരുത്തി വെള്ളം കുടിപ്പിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് കുറവുണ്ട്. വെള്ളത്തിൻ്റെ കുറവാണ്, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാത്തതിൻ്റെ കുറവാണ് ഇതൊക്കെ കാണിക്കുന്നത്. ചുണ്ട് പൊട്ടുക, പിന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ആകെ ശരീരം വിയർത്ത് പോവുകയാണല്ലോ, ഒരു കുഴച്ചിൽ വരിക, പിന്നെ അങ്ങനെയുള്ള അസ്വസ്ഥതയൊക്കെ വരുമ്പോൾ നന്നായി വെള്ളം കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാനിത് ആകും പോറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. നമ്മുടെ കോലായം തുടയ്ക്കുകയാണ്. ഞാനിവിടുന്ന് അങ്ങോട്ട് അകത്തേക്കാണ് തുടച്ച് പോകട്ടെ. പിന്നെ അപ്പുറത്ത് കൂടെ വന്നിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് തുടയ്ക്കുള്ളൂ. വേഗം തുടയ്ക്കൽ കഴിയട്ടെ, പെട്ടെന്ന് തന്നെ വൃത്തിയാവും. അതുപോലെ തന്നെ വേഗം വൃത്തികേടാവും ചെയ്യും. വേഗം ചെളിയാവും കേട്ടോ. ഇവിടെ ഇനി മണ്ണല്ലേ, നിറയെ മണ്ണല്ലേ മുറ്റത്ത്. അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാലിൻ്റെ പാടൊക്കെ ആവും. ഇതാണ് നമ്മുടെ ബാർലി അരി കൊണ്ട് വെച്ചിട്ടുള്ള വെള്ളം കേട്ടോ. ഇതാണ് നമ്മൾ ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. വെക്കണ്ട ഒക്കെ കരിഞ്ഞു കേട്ടോ. സ്റ്റിച്ച് വെട്ടാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നാളെ പോയിട്ട് സ്റ്റിച്ച് വെട്ടണ്ട വെച്ചിട്ടാ. പേടിയുണ്ടാ? അനക്ക് പേടിയാ? ഒന്നുകൂടി മരത്തുമ്മ കയറണാ? സ്വപ്നം കണ്ടാ? എന്ത് സ്വപ്നം കണ്ട്? വെള്ളം പിടിച്ചിട്ടില്ലേ മരത്തുമ്മ കയറുക, മരത്തുമ്മ കയറി കൊമ്പ് മരിക്ക. എന്നോട് പറഞ്ഞു കയറാൻ. ഞാൻ കേറാണ്. അപ്പൊ നോക്കിയത് പറ്റിയിരുന്നില്ല. അതെ, കേറായിരുന്നു. ഞാൻ പെട്ടെന്നില്ലേ ഒരു കാര്യം മരത്തുമ്മ വെച്ചിട്ട് മറ്റേ 2 കൈയില്ലേ കയർമ പിടിച്ചു. വലിയ കണ്ടന്റ് കയറ്റി. ഞാൻ 2 പേരും ഇറങ്ങി. ഞങ്ങള് പിന്നെയും കയറും. 2 പേരും ഒരുമിച്ച് കയറ് പിടിച്ച് കയറുമ്പല്ലേ കയറാ പൊട്ടി വീണ് നിർത്തി. ഇനി വെള്ളിക്ക കയറാൻ പറഞ്ഞ കയറണ്ടാട്ടാ. ഏറ്റവും മോളിക്ക് 2 പേരും എത്തിയതാ, കയറാ പൊട്ടി വീണ് പെട്ടെന്ന് തന്നെ. നീ കയറണ്ടാട്ടാ. ഞാര് പറഞ്ഞാലും ഒന്നിന്റെ മുകളിൽ പോയി കയറണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? ആച്ചട്ടന്റെ സ്വപ്നം കണ്ടില്ലേ, കേട്ടില്ലേ? ആച്ചട്ടൻ ഇപ്പൊ അത് കഴിഞ്ഞോടുന്ന് ഇങ്ങനത്തെ ഓരോ സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്നും വന്നിട്ട് പറയും അങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അവരെ പേടിപ്പിക്കല്ലേ, മോന്തോണ്ട് ഗോഷ്ടി കട്ടിട്ട് ആ പല്ലൊക്കെ കാണാണ്ട് ഒതുക്കി അടി കിട്ടുണ്ടാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓടും എന്റെ പല്ല് കാട്ടി പേടിപ്പിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാരും ഇവിടെ ഉണ്ട്. ഷമോളോടെ ഉണ്ട്. ഷമോള് രാവിലത്തെ ചായയുടെ കടി കഴിക്കുന്നത്. അപ്പൊ നാളെ വരാട്ടെ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.